ഈ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തോട് ജനവിരുദ്ധ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണല്ലോ അൻവർ തന്റെ നിയമസഭാംഗത്വം പോലും രാജിവെച്ചത്. ആ തരത്തിൽ നിലപാടുമായി മുന്നോട്ട് പോകുന്ന അൻവർ തന്റെ പ്രവൃത്തിയിലും സമീപനത്തിലും യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി അവതരിപ്പിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ പരാമർശം, മോശമായ പരാമർശം നടത്തിയത് അൻവർ നടത്തിയതിന് എന്ത് ന്യായീകരണമാണുള്ളത്? യു ഡി എഫുമായി സഹകരിച്ചു പോകാനാണ് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ കാര്യത്തിൽ വലിയ ഗുരുതരമായ വീഴ്ചയാണ് അൻവറിന് സംഭവിച്ചത്. യു ഡി എഫുമായി സഹകരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാള് ആത്മാർത്ഥമായി അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ യു ഡി എഫിനോട് ഈ സമീപനമാണോ സ്വീകരിക്കേണ്ടത്? യു ഡി എഫിനോട്, യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു നിലപാടല്ല. ആ നിലപാട് അദ്ദേഹം തിരുത്തണം. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥി ജനങ്ങൾ അംഗീകരിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും ഒരേ മനസ്സോടെ അംഗീകരിച്ച, കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ച സ്ഥാനാർത്ഥിക്കെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ നടത്തിയ മോശമായ പരാമർശം ആദ്യമായി അദ്ദേഹം പിൻവലിക്കണം. ഔചിത്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് തന്റെ മോശമായ പരാമർശം ഇത്തരത്തിൽ ഉണ്ടായതിൽ നിർവ്യാജ്യമായ ക്ഷമാപണം നടത്താൻ അദ്ദേഹം തയ്യാറാകണം. അതാണ് ആദ്യം വേണ്ടത്. അതല്ലാതെ മാറി നിന്ന് യു ഡി എഫിനെ വിമർശിക്കുക, യു ഡി എഫ് നേതൃത്വത്തെ വിമർശിക്കുക, യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുക, എന്നിട്ട് യു ഡി എഫിൽ വരണം എന്ന് പറയുന്നത് നിരർത്ഥകമായ ഒരു വാദമാണ്. അതുകൊണ്ട് യു ഡി എഫിൽ വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറാകുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതല്ലാതെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത്, അതല്ലാതെ യു ഡി എഫ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ഭാഗമാകാം എന്ന് അദ്ദേഹം കരുതുന്നത് എത്രയോ മൗഢ്യമാണ്, ഒരിക്കലും പ്രായോഗികമല്ലാത്ത കാര്യമാണ്. ആദ്യം അദ്ദേഹം തിരുത്തട്ടെ, സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം പിൻവലിക്കട്ടെ, യു ഡി എഫിനെതിരായിട്ടുള്ള പരാമർശം പിൻവലിക്കട്ടെ. ആ രീതി